Good morning, everyone. In this class, we are discussing the modal auxiliaries will and would. Where we have to use the modal auxiliary will and where to use would. So, in the last classes, we all remember that is can, could, shall, and should. So, this is also very easy to remember. ജസ്റ്റ് അതിൻ്റെ ഒരു ബേസ് ഒന്ന് ഓർമ്മിച്ച് വെക്കണമെന്നേ ഉള്ളൂ, എളുപ്പമാണ്. സോ റെഡി, വിൽ ബിഗിൻ ദ ക്ലാസ്. ഓക്കെ, ദ ഫസ്റ്റ് സിറ്റുവേഷൻ where we are using the modal auxiliary will is to show definite statements. അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലേ. അതായത് ഡെഫിനിറ്റായിട്ടും നടക്കും എന്നുള്ള ചില കാര്യങ്ങൾ, നമ്മൾക്ക് എന്ത് തന്നെ ആയാലും നടക്കുമെന്ന് ഉറപ്പുള്ള ചില കാര്യങ്ങൾ കാണിക്കാനാണ് നമ്മൾ വിൽ എന്നുള്ള മൊഡാൽ ഓക്സിലറി യൂസ് ചെയ്യുന്നത്. അത് നോർമലി നമ്മൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്നതാണ് വില്ല്, അല്ലേ. ഐ വിൽ ഡു ദാറ്റ്, ഐ വിൽ പാസ് ദി എക്സാമിനേഷൻ, ഐ വിൽ ഗോ ദർ, ഐ വിൽ ബൈ എ ന്യൂ മൊബൈൽ, എക്സെട്ര എക്സെട്ര. അപ്പം നമ്മൾക്ക് ഡെഫിനിറ്റായിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മൊഡാൽ ഓക്സിലറിയാണ് ഏത്? വിൽ എന്നുള്ള മൊഡാൽ ഓക്സിലറി. ഷുവർ, മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, സോ ദി എക്സാമ്പിൾ പ്രൊവൈഡഡ് ഹിയർ ഇസ് ഐ വിൽ മീറ്റ് ഹിം ടുഡേ. ഞാൻ ഇന്ന് എന്ത് തന്നെ ആയാലും അവനെ കാണും. യെസ്, ഐ വിൽ മീറ്റ് ഹിം ടുഡേ. അപ്പോൾ ഡെഫിനിറ്റായ ഒരു കാര്യമായതുകൊണ്ടാണ് വിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നൗ വിൽ ഗോ ടു ദ സെക്കൻഡ് place or second situation where we can use this modal auxiliary will. We can see that it is said in conditional forms we are using the modal auxiliary will, and within brackets you should notice that it is shown as first forms. അതായത് കണ്ടീഷണൽ ഫോംസ്. എന്താണ് കണ്ടീഷണൽ ഫോം എന്ന് പറയുന്നത്? എന്താണ് കണ്ടീഷൻ? കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ധാരണ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും, അല്ലേ. ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊന്ന് നടക്കും എന്ന് പറയുന്നതാണ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിൽ ഫസ്റ്റ് ഫോംസിൽ ഇതൊന്നും കേൾക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട, എളുപ്പമാണ്, മനസ്സിലാക്കുമ്പോൾ എളുപ്പമാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, കണ്ടീഷണൽ ഫോംസ് എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് ഫോമിൽ ഏതാണ് ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ, ദ കണ്ടീഷണൽ ക്ലോസ് ബിഗിൻസ് വിത്ത് ഇഫ്, അല്ലേ. ഇഫ് എന്നുള്ള ഒരു വേർഡ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടീഷൻസ് സാധാരണയായിട്ട് പറയാറുള്ളത്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാമിനേഷൻ. ഇഫ് യു ഗോ ഏർലി യു വിൽ ക്യാച്ച് ദ ബസ്. അണ്ടർസ്റ്റുഡ്? അതൊരു കണ്ടീഷനല്ലേ. നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ എക്സാമിനേഷൻ പാസ്സാവും, അല്ലേ. അതുപോലെ നിങ്ങൾ നേരത്തെ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബസ് കിട്ടും. അവിടെ എന്താണ് ഫസ്റ്റ് ഫോമായിട്ട് വന്നിട്ടുള്ളത്? വേർബിൻ്റെ ഫസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഇഫ് യു സ്റ്റഡി വെൽ, സ്റ്റഡി, അല്ലേ. അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഇഫ് യു സ്റ്റഡി വെൽ അതാണ് വേർബിൻ്റെ ഫസ്റ്റ് ഫോം, സ്റ്റഡി എന്നുള്ളത്. അതിലൊന്നും കൂടുതൽ മനസ്സങ്ങനെ എന്താണ് അതെന്താണ് ഫസ്റ്റ് ഫോം, എന്താണ് സെക്കൻഡ് ഫോം, അങ്ങനെയൊന്നും ആലോചിച്ച് ടെൻസ്ഡ് ആവണ്ട. ഇത്രമാത്രം ഓർമ്മിക്കുക, ഇഫ് എന്നുള്ള ഒരു കണ്ടീഷണൽ ക്ലോസ് വെച്ചിട്ട് നമ്മളൊരു സെൻറ്റൻസ് പറയുമ്പോൾ അതിൻ്റെ സെക്കൻഡ് പോർഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വില്ലാണ്. പക്ഷേ ഇഫ് എന്നുള്ളത് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫോമിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? വിൽ യൂസ് ചെയ്യുന്നത്. ആ ഫസ്റ്റ് ഫോമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് എന്ത്? സ്റ്റഡി, അല്ലേ. സ്റ്റഡി എന്നുള്ളതാണ് ഫസ്റ്റ് ഫോം. സ്റ്റഡി ദാറ്റ് ഈസ് പ്ലൂറലിൻ്റെ കൂടെ സ്റ്റഡി. ഇഫ് യു സ്റ്റഡി, ഇഫ് ദേ സ്റ്റഡി, ഇഫ് ഐ സ്റ്റഡി, ഇഫ് യു സ്റ്റഡി. അത് ഹീയോ ഷിയോ ആണെങ്കിലോ ഇഫ് ഹീ സ്റ്റഡീസ്, ഇഫ് ഷീ സ്റ്റഡീസ്, ഇഫ് ആസി സ്റ്റഡീസ്. അണ്ടർസ്റ്റുഡ് ദാറ്റ്? അതായത് സിംഗുലറിൽ പറയുമ്പോൾ നമ്മൾ വേർബിൻ്റെ കൂടെ എസ് ഫോം യൂസ് ചെയ്യുന്നുണ്ട്, പ്ലൂറലിൽ പറയുമ്പോൾ നമ്മൾ എസ് ഫോം യൂസ് ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ബേസ് ഫോം ഓഫ് ദ വേർബ് കണ്ടീഷണൽ ക്ലോസിൽ ഇഫിൻ്റെ കൂടെ ബേസ് ഫോം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മളുടെ സെൻറ്റൻസിൽ ഏതാണ്? ഇഫ് പ്ലസ് സ്റ്റഡി, അല്ലേ. സ്റ്റഡി എന്നുള്ളത് ബേസ് ഫോമാണ്.
അതിൻ്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ഏതൊക്കെയാണ്? സ്റ്റഡീഡ്. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ അത് സെക്കൻഡ് ഫോമായി അല്ലേ? ദെൻ പെർഫെക്റ്റ് ടെൻസ് ആകുമ്പോൾ അത് ഹാസ് സ്റ്റഡീഡ്, അല്ലെങ്കിൽ ഹാവ് സ്റ്റഡീഡ്, അല്ലെങ്കിൽ ഹാഡ് സ്റ്റഡീഡ്. ഹാസ്, ഹാവ്, ഹാഡ് അല്ലേ? അപ്പോൾ അത്തരം തേർഡ് ഫോംസിലും സെക്കൻഡ് ഫോംസിലും നമ്മൾ എന്താണ് യൂസ് ചെയ്യുക എന്നുള്ളത് പിന്നീട് പറയും. ഇപ്പോൾ ഇത് മാത്രം ഓർമ്മിക്കുക. ഫസ്റ്റ് ഫോമിൽ, അതായത് ഇഫിൻ്റെ കൂടെ ഇഫ് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സെൻറ്റൻസിൻ്റെ സെക്കൻഡ് പോർഷനിൽ നമ്മൾ വില്ലാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? എളുപ്പമല്ലേ? ഒന്നും കൺഫ്യൂഷനുള്ള വഴികളൊന്നുമില്ല. ഇഫ് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ആൻഡ് ഇൻ ദ സെക്കൻഡ് പോർഷൻ ഓഫ് ദ സെൻറ്റൻസ് വി ആർ യൂസിങ് വിൽ. ക്ലിയർ ആയല്ലോ? നമ്മളുടെ എക്സാമ്പിൾ തന്നെ നമ്മൾ ഓർമ്മിച്ചാൽ മതി. ദാറ്റ് ഈസ് ഇഫ് വി സ്റ്റഡി വെൽ വി വിൽ പാസ് ദ എക്സാമിനേഷൻ. ക്ലിയർ ആയല്ലോ? അത് മാത്രം ഓർമ്മിച്ചാൽ മതി. നമ്മൾ നന്നായി പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഈ എക്സാമിനേഷൻ പാസ്സാവും. ഓക്കെ, കൂടുതൽ പറയണ്ടല്ലോ. ഓക്കെ, വിൽ പാസ് ഓൺ ടു ദ തേർഡ് റൂൾ. തേർഡ് റൂൾ എന്താ പറയുന്നത്? ടു പ്രഡിക്റ്റ് ഫ്യൂച്ചർ ഇവൻറ്റ്സ്. അത് നമ്മൾക്ക് ഓൾറെഡി അറിയുന്നതാണല്ലോ. നമ്മൾ ഫ്യൂച്ചർ ഇവൻറ്റ്സ് കാണിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? വില്ലാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് നോക്കിയാലോ? ദേ വിൽ ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ. അവർ ഫ്യൂച്ചറിൽ റൈറ്റ് ഡിസിഷൻ എടുക്കുമായിരിക്കും. എടുക്കുമായിരിക്കും എന്നല്ല, എടുക്കും. മനസ്സിലായല്ലോ? എടുക്കുമായിരിക്കും എന്ന് പറയുമ്പോൾ അത് ഒരു പോസിബിലിറ്റി ആയിപ്പോയി. മേയോ മറ്റേതെങ്കിലും ഓക്സിലറീസ് വരും. ഇവിടെ നമ്മൾ ദേ വിൽ ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ. ഡെഫിനറ്റ്ലി ദേ വിൽ ബി ടേക്കിംഗ് ദ റൈറ്റ് ഡിസിഷൻ. അവർ തീർച്ചയായിട്ടും ശരിയായ ഡിസിഷൻ തന്നെ എടുക്കും, അത് ഉറപ്പാണ്. അപ്പോൾ അതൊരു ഫ്യൂച്ചർ ആക്ഷൻ കാണിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഏതാ നമ്മൾ യൂസ് ചെയ്യുക? വില്ല്. എളുപ്പമല്ലേ? നെക്സ്റ്റിലേക്ക് പോവാം. ടു ഷോ സെർട്ടനിറ്റി. ഇതും നമ്മൾക്ക് അറിയാവുന്നതാണ് അല്ലേ? സെർട്ടൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, ഡെഫിനിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതുപോലെ തന്നെയാണ് ഇതും. സെർട്ടനിറ്റി കാണിക്കാൻ, എന്തെങ്കിലും ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാൻ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? വില്ലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾസ് എന്താണ്? ഇറ്റ് വിൽ ചേഞ്ച് ദ റിസൾട്ട്. ഇറ്റ് വിൽ ചേഞ്ച് ദ റിസൾട്ട്സ് ബിക്കോസ് മൈ ചിൽഡ്രൻ ആർ സ്റ്റഡിങ് വെൽ ആൻഡ് ദാറ്റ് വിൽ ചേഞ്ച് ദ റിസൾട്ട്. അല്ലേ? നമ്മളുടെ കുട്ടികളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും റിസൾട്ട് എന്താവും? ചേഞ്ച് ആവും. എന്തിനുള്ള ചേഞ്ച്? ഫോർ ദ ബെസ്റ്റ്. മനസ്സിലായല്ലോ? അപ്പം നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് കൂടിയാണ് മിസ് ഇതിലൂടെ പറയുന്നത്. സോ വൺസ് മോർ വൈൻഡിങ് അപ്പ് ദാറ്റ് ഓർ സമറൈസിങ് ദാറ്റ്, the first situation where we can use this will is to show definite statements. അത് ഉറപ്പായ കാര്യമാണല്ലോ. നമ്മൾക്ക് തീർച്ചയുള്ള ചില കാര്യങ്ങൾ പറയാൻ നമ്മൾ വില്ലാണ് യൂസ് ചെയ്യുന്നത്. ഐ വിൽ സ്റ്റഡി വെൽ, ഐ വിൽ മീറ്റ് ഹിം. ദെൻ സെക്കൻഡിൽ എന്താ നമ്മൾ പറഞ്ഞത്? ഇൻ കണ്ടീഷണൽ ഫോംസ് വി ആർ യൂസിങ് ദിസ് ആൻഡ് എസ്പെഷ്യലി ഇൻ ഫസ്റ്റ് ഫോംസ്. വില്ല് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഫോമിലാണ്, അതായത് പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നത്. ഇഫ് യു സ്റ്റഡി വെൽ, if we study well, if they study well, they will pass. You will pass, I will pass, or we will pass. If he studies well, he will pass. If she studies well, she will pass. Understood that? The conditional formula. അടുത്തതോ? ഫ്യൂച്ചർ ഇവൻറ്റ്സ് കാണിക്കാൻ. ടു പ്രഡിക്റ്റ്. പ്രഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുൻകൂട്ടി പറയാം അല്ലേ? they will take the right decision. Yes, my children will take the right decision. And what is that decision? They will pass the examination. മനസ്സിലായല്ലോ? അതും ഓക്കെയാണ്. എന്തിനാണ് മിസ്സ് നമ്മളുടെ തന്നെ എക്സാമ്പിൾസ് പറയുന്നതെന്ന് വെച്ചാൽ അതൊന്നുകൂടി നമ്മൾക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റും, അതുകൊണ്ടാണ്. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? ടു ഷോ സെർട്ടനിറ്റി. സെയിം തിങ്. ഇൻ ഓർഡർ ടു ഷോ സം സെർട്ടൻ ആക്ഷൻസ് വി ആർ യൂസിങ് ദ modal auxiliary will. Clear? It will change the result. Okay, can pass on to the next one. Okay, so next modal auxiliary that we are using is would, or we are discussing is would. Only two rules are given there. One is to express any hope or any opinion. നമ്മളുടെ എന്തെങ്കിലും ഒരു വിഷ്, നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അഭിപ്രായം, അതൊക്കെ കാണിക്കാനാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ്: ഐ വുഡ് ലൈക്ക് ടു പാസ് ദി എക്സാംസ്.
we would like to pass the exams. They would like to pass the exams. Understood that? നമ്മൾക്ക് എല്ലാവർക്കും എന്താവണം? എക്സാംസ് പാസ്സാവണം. ഓക്കെ, സോ അതൊരു ഹോപ്പാണ്, നമ്മളുടെ ഒരു പ്രതീക്ഷയാണ് അവിടെ പറയുന്നത്. ദെൻ ദ സെക്കൻഡ് സിറ്റുവേഷൻ ഇൻ കണ്ടീഷണൽ ഫോംസ്. അത് എളുപ്പമാണ്. നമ്മൾ ആദ്യം അത് ഓൾറെഡി വില്ലിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. കണ്ടീഷണൽ ഫോംസ് നമ്മൾ ഓൾറെഡി വില്ലിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. പക്ഷേ അതിൽ പറഞ്ഞത് ഫസ്റ്റ് ഫോമിൽ യൂസ് ചെയ്യാൻ. വുഡ് ആകുമ്പോൾ അതെന്താവും? സെക്കൻഡ് ഫോമിലും തേർഡ് ഫോമിലും യൂസ് ചെയ്യും. അതായത് ഐ വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാംസ്. ഞാൻ പാസ്സാവുമായിരുന്നു. എങ്ങനെ? ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ. ഞാൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ പാസ്സാവുമായിരുന്നു. മനസ്സിലായല്ലോ? സോ അവിടെ തേർഡ് ഫോമും സെക്കൻഡ് ഫോമുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വുഡ് യൂസ് ചെയ്യുമ്പോൾ തേർഡ് ഫോം ആൻഡ് സെക്കൻഡ് ഫോം വി ആർ യൂസിങ്. ക്ലിയർ? മനസ്സിലായല്ലോ? സോ വുഡ് ഈസ് യൂസ്ഡ് ടു ഷോ ദ ഹോപ്പ് ഓർ ഒപ്പീനിയൻ, ആൻഡ് ഇൻ കണ്ടീഷണൽ ഫോംസ് സെക്കൻഡ് ആൻഡ് തേർഡ് ഫോംസ് we are using what? The modal auxiliary would. Clear? So that's also very easy. In the next class we will be discussing need to and ought to, and with that we will be stopping modal auxiliaries. Okay, hope all of you understood this, and if you have any queries you please connect to me. That's all for today's class. Have a nice day to all of you. Thank you.